സാർ ആ, നമ്മളിപ്പോ രസായനാസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇത് ആ, എവിടെയെങ്കിലും റിട്ടൺ ആണോ? നമുക്ക് റീഡ് ഔട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന്? yeah. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ വിനയ്, ഇത് എൻ്റെ ഒരു ക്രെഡിറ്റ് ഒന്നുമില്ല. ഇത് നമ്മുടെ ഭാരതത്തിന്റെ എന്താ പറയുന്ന സൂപ്പർ ജീനിയസ് ഋഷികള് ധന്വന്തരി, സുശ്രുത, ശാർങ്ങധര, വാഗ്ബട ആൻഡ് നാഗാർജുന, അവരുടെ ഗ്രന്ഥങ്ങളാണ് ഇത്. പ്രിന്റഡ് ബുക്സ് ആണ്. ഐ വിൽ ടേക്ക് ഇറ്റ്. ഇതെല്ലാം എൻ്റെ പരമഗുരുവായ മാതാപിതാക്കൾ, എൻ്റെ പരമഗുരു എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. പിന്നെ അമ്മ എൻ്റെ പരാശക്തിയാണ്. ഞാൻ അതിനൊരു മന്ത്രമുണ്ട്, ഓം പരാശക്തി പരമഗുരു എന്നാണ് തുടങ്ങുക. ഈ പരാശക്തി പരമഗുരു മൈ ഫാദർ, പരാശക്തി ഇസ് മൈ മദർ. ഉണ്ട്. ഞാൻ ഒരു രസായനത്തിന്റെ കേൾപ്പിക്കാം. അതെന്തുകൊണ്ട് 18 രസായനങ്ങളേ ഉള്ളൂ. അതിൽ ഈ രസായനത്തെ പറ്റി ഞാൻ ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കാം, എൻ്റെ ഗുണങ്ങള്. അതേപ്പറ്റി പറയാൻ കാരണം വെച്ചാൽ ഞാൻ കഴിച്ചത് അതാണ്. ഒന്ന്. രണ്ട്, ആ രസായനം വായിച്ച് അതിനെപ്പറ്റി റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെപ്പറ്റി റിഫ്ലക്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് ഈ ഐഡിയ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. ഏത് ഐഡിയ? മെന്റൽ റിട്ടാർഡേഷൻ കണ്ടീഷൻ. മെന്റൽ റിട്ടാർഡേഷൻ മീനിങ് ഇപ്പോൾ ഓട്ടിസം എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞില്ല ബുദ്ധി ഡെവലപ്പ് ചെയ്യാത്ത പെൺകുട്ടി, അല്ലെങ്കിൽ കംപ്ലീറ്റ് ശരീരം ഇങ്ങനെ ഇരിക്കുന്ന കുട്ടി, അതാണ് ഏറ്റവും ആദ്യം വന്നത്. ബോഡി റിട്ടാർഡേഷൻ ആണ്, ബോഡിലി റിട്ടാർഡേഷൻ. അവനിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ദുബായിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യും. അങ്ങനെ വരാനുള്ള കാരണം ഈ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് വിനയനെയും ഒക്കെ വായിച്ചു കേൾപ്പിക്കാൻ വന്നൊരു രസായനമാണ്. അതിന്റെ പേര് തന്നെ ശ്രീ സിദ്ധ മോദകം എന്നാണ്. ഇത് വായിച്ചിട്ടാണ് എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായത്. കാരണം ഞാൻ പതഞ്ജലി യോഗ സംഗ്രഹ കേട്ടിട്ടുണ്ട്. പതഞ്ജലി യോഗ സൂത്ര ഒറിജിനൽ ബുക്കുണ്ട്. ഐ ഹാവ് മാസ്റ്റേഡ് ദാറ്റ് ഓൾസോ. പതഞ്ജലിയിലെ 8 സിദ്ധികളെ പറ്റി പറയുന്നുണ്ട്, അഷ്ടസിദ്ധി. ഒന്നാമത്തത്, യു ക്യാൻ റെഡ്യൂസ് യുവർ ബോഡി ടു എനി സൈസ്. അണിമ, യു ക്യാൻ ഇൻക്രീസ് ദ ബോഡി ടു എനി സൈസ്, ഹനുമാനെ പോലെ. ഗരിമ, പിന്നെ യു ക്യാൻ ഡിസപ്പിയർ അറ്റ് വിൽ. You can understand the language of the birds and the trees and the plants. Then you can enter into the body of somebody else. താങ്കൾ വേറൊരു ബോഡി കയറാം. ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു വത്സരക്കാലം, ഒരു വർഷക്കാലം മുടങ്ങാതെ ഉപയോഗിക്കുന്നവൻ 1 മാസം കഴിയുമ്പോൾ വാഗ്വിലാസം ഉള്ളവനായും. വാഗ്വിലാസം മീനിങ് വാക്ക്, വിലാസം പ്ലേയിങ് വിത്ത് വേർഡ്സ്, ഗ്രേറ്റ് ഒറേറ്റർ, അതാണ് വാഗ്വിലാസം ഉള്ളവനായും. 2-ാം മാസം കഴിയുമ്പോൾ ബലവർണ്ണങ്ങളോട് കൂടിയവനായും. ഇത് രസായനത്തില് ബലം, ശക്തി, വീര്യം 3 കോൺസെപ്റ്റ് ഉണ്ട്. ബലം മീനിങ്, ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ലിഫ്റ്റ് 120 kilos. Sorry, Shakti meaning that. Balam meaning you can hold on for something. Let's say for 10 minutes. Veerya meaning the speed of response. That is samurai, Japanese samurai kind. അല്ലെങ്കിൽ നമ്മുടെ ബ്രൂസ്ലി, സ്പീഡ് ഓഫ് റെസ്പോൺസ്. ഇതാണ് ബലം, ശക്തി, വീര്യം. ബലവർണ്ണങ്ങളോട് കൂടിയവനായി. പോലെ 3-ാം മാസത്തിൽ കുഷ്ഠവും 4-ാം മാസത്തിൽ ശ്വാസകാസങ്ങളും ശമിക്കും. ശ്വാസം എന്ന് വെച്ചാൽ മോസ്റ്റ് പീപ്പിൾ ഹാവ് സം പ്രോബ്ലം വിത്ത് ദ ലങ്സ്. കാസം മീനിങ് തലയിൽ നിന്ന് നെഞ്ചു വരെയുള്ള ലിക്വിഡ് ഫ്ലോ തകരാറ് വരുമ്പോഴാണ് ചുമ, ജലദോഷം, ഒച്ചയടപ്പ്, പിന്നെ പല പല രോഗങ്ങളുണ്ട്. കാസം എന്ന് പറയും. ശ്വാസകാശങ്ങളും ശമിക്കും. 5-ൽ വിഷയവൈരാഗ്യം. 6-ൽ ജരാനരകൾക്ക് ശമനം. ജര മീനിങ് റിങ്കിൾസ്, നര ശമനവും. 7-ൽ ശരീരകാന്തി, കാന്തി മീനിങ് ജനറൽ ഓറ ഓഫ് ദ ബോഡി. 8-ൽ ബലം, ആദ്യം എന്താ പറഞ്ഞ, വീണ്ടും 8-ൽ ബലം. 9-ൽ ദീർഘായുസും, ലോങ്കവിറ്റി, 100 years, സ്റ്റാറ്റിസ്റ്റിക്കലി 100 years. 10-ൽ സ്വരമാധുര്യം. 11-ൽ ശരീരശക്തി. 12-ൽ അദൃശ്യമായ ദേഹകാന്തി. ഇത് അദൃശ്യം നോർമൽ പീപ്പിൾ വിൽ നോട്ട്. ഇറ്റ്സ് ഓൾ വെരി ഹയർ ഓർഡർ കോൺസെപ്റ്റ്. ദാറ്റ് മീൻസ് ദി എൻ്റയർ ജീവി. അവിടെ നിന്നാണ് നമ്മൾ ജീവി യോഗ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പൊ അമ്മയ രാജഋഷിയൊക്കെ ട്രെയിൻ ചെയ്തിരിക്കുന്ന മന്ത്ര ഋഷിക ത്രിപുര സുന്ദരി, ഇവന്റെ സിസ്റ്റർ, അവരൊക്കെ ഡെവലപ്പ് ചെയ്യുന്നവരാണ്. അത് അദൃശ്യമാണ്. അത് ദ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് ട്രില്യൺ ലിറ്റിൽ അമീബിക് സെൽസ്. എവറി വൺ ഓഫ് ദം വിൽ ബിക്കം എന്താണ് പവർഫുൾ മീനിങ് ഇൻ ദിസ് ഒറിജിനൽ ക്വാളിറ്റി. 11-ൽ ശരീരശക്തിയും
12 അദൃശ്യമദ്രഹാന്തിയും ഭവിക്കുന്നത് കൂടാതെ, ഇനിയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്, സാക്ഷാൽ ജഗദീശനെ പോലെ, ജഗത് മീനിങ് ദ പ്ലാനറ്റ് എർത്ത്, അവിടുത്തെ ഫുൾ കൺട്രോളിങ് ഫോഴ്സ് പോലെ അങ്ങനെ കണക്കാക്കിയാൽ മതി. ജഗദീശനെ പോലെ ഇച്ഛാഹാര വിഹാരിയായും ഷഡൂർമിരഹിതനായും കൽപ്പാവധി ജീവിച്ചിരിക്കുന്നതിനായും, കൽപ്പം മീനിങ് 100, ജീവിച്ചിരിക്കുന്നതിനായും, ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ യുവാവായും, അഷ്ടൈശ്വര്യ സിദ്ധിമാനായും ഈ ശ്രീസിദ്ധമോദകം സിദ്ധ വിദ്യാധിരാദികൾ കൂടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പഴയ സിദ്ധന്മാരുണ്ട്. ഐ ഫീൽ ദറ്റ് അവർ ഗ്രേറ്റ് ഋഷീസ് ഓഫ് ഭാരത മസ്റ്റ് ഹാവ് യൂസ്ഡ് ഇറ്റ്. കാരണം ഹ്യൂമൻ ബീയിങ് ഈസ് ഗ്രേറ്റ് പവർ. ഗ്രേറ്റ് പവർ വിൽ നോട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ. എന്താണ് ഈ ശ്രീസിദ്ധബോധം കഴിച്ചാൽ ഇത്ര ഉണ്ടാവുമെങ്കിൽ so called mentally retarded, so called autism, ശ്രീസിദ്ധബോധം can do. This is what I have done. Not I have done, sorry. I am just a medium, an agent. I am a master cook. So I cook it. These are the guides. I meditate on them.